തദ്ദേശ പോരിന് തീയതി നിശ്ചയിച്ചിരിക്കുകയാണ്. ഡിസംബർ 9-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. രണ്ടാം ഘട്ടം ഡിസംബർ 11-നാണ്. 2 ഘട്ടമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡിസംബർ 9-ന്, ഡിസംബർ 11-ന് വോട്ടെണ്ണൽ, ഡിസംബർ 13-നാണ്. ഇന്ന് പ്രഖ്യാപനം നടന്നു. നാളെ മുതൽ തീയതികൾ കണക്കാക്കുകയാണെങ്കിൽ കൃത്യം 28 ദിവസമാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് പോര് നടക്കാൻ. കൃത്യം 28 ദിവസമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പാർട്ടികൾക്ക്, മുന്നണികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള സമയം. കൃത്യം 28 ദിവസം. ഇതാ ഈ നിമിഷം മുതൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ്. അത് സർക്കാരുകൾക്ക് ബാധകമാണ്, മാധ്യമങ്ങൾക്ക് ബാധകമാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമാണ്. റോഷിബാലിന്റെ വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡിസംബർ 9, 11 ആരൊക്കെ ജയിച്ചെന്ന് 13-ന് അറിയാം. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി കഴിഞ്ഞു. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും നിർണായക തെരഞ്ഞെടുപ്പാണ്. കാരണം ഏതാണ്ട് 4 മാസത്തിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള ഈ തെരഞ്ഞെടുപ്പിനെ സെമി ഫൈനൽ എന്ന നിലയിൽ തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നടപടിക്രമങ്ങൾ, അത് നവംബർ 14 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഇന്ന് സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടക്കുന്നു. ആദ്യത്തേത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ, രണ്ടാമത്തേത് അങ്ങോട്ടേക്ക് വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ തീയതികളാണ് പ്രഖ്യാപിച്ച. ആദ്യത്തെ ഘട്ടം ഡിസംബർ 9-ന് ചൊവ്വാഴ്ചയും, രണ്ടാമത്തെ ഘട്ടം ഡിസംബർ 11-നുമാണ്. 13-ന് വോട്ടെണ്ണൽ, 18-ന് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകും. 13-നാണ് വോട്ടെണ്ണൽ നടക്കുക. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് മേൽക്കൈ എന്നറിയാൻ ഡിസംബർ 13 വരെ നമുക്ക് കാത്തിരിക്കാം. അതിൽ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ അത് ഡിസംബർ 9-ന് വോട്ടെടുപ്പ് നടക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ 11-ന് വോട്ടെടുപ്പ് നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21-ആണ്. പത്രിക സൂക്ഷ്മ പരിശോധന നവംബർ 22. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24-ആണ്. അങ്ങനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ മാസം 24-ന് ആരൊക്കെയാണ് നമ്മുടെ വാർഡുകളിൽ, ഡിവിഷനുകളിൽ മത്സരിക്കുന്നതെന്ന് വ്യക്തമാകും. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുക ഈ മാസം 24-നാണ്. ഏതായാലും പോരാട്ടം കടുപ്പിക്കുകയാണ്. ഇനി തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. 2 ഘട്ടം. കഴിഞ്ഞ തവണ കോവിഡ് ആയതുകൊണ്ടാണ് അത് 3 ഘട്ടമായത്. ഇത്തവണ അത് 2 ഘട്ടമാണ്. ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്തിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ, എങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ? റോഷിബാൽ. സ്മൃതി, ഈ തവണ 2 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്താൻ കൃത്യമായി സാധിക്കും. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ കോവിഡ് ഘട്ടമായത് കടുത്ത നിയന്ത്രണം കാരണമാണ്. അങ്ങനെ 3 ഘട്ടമായി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടത്തിയത്. പക്ഷേ ഈ തവണ അങ്ങനെയല്ല. ഇത്തവണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുന്നതിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഏതായാലും എറണാകുളം വരെയുള്ള ജില്ലകളിൽ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ ഡിസംബർ 13 വരെ കാത്തിരിക്കേണ്ടി വരും. ആരാണ് ഓരോ വാർഡുകളിലും ഡിവിഷനുകളിലെയും വിജയി, കേരളത്തിൽ ഏത് മുന്നണി മുന്നേറ്റമുണ്ടാക്കിയെന്നറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഏറ്റവും ഉദ്യോഗജനകമായ ദിവസങ്ങളായിരിക്കും അത്. 11-ന് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ പിന്നീട് 2 ദിവസത്തെ ഇടവേളയാണ്. ഒരു ദിവസത്തിനപ്പുറത്തേക്ക് വോട്ടെണ്ണൽ നടക്കും. 14-ാം തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങും. ഏതാണ്ട് ഭൂരിഭാഗം ഇടങ്ങളിലും മുന്നണികളൊക്കെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നുകൊണ്ട് പ്രഖ്യാപനം തുടങ്ങുകയും ചെയ്യും. ഇനി പോരാട്ട വിധിയിലേക്കാണ് ഓരോ മുന്നണികളും. അവർ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും. UDF ആണെങ്കിൽ നേരത്തെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മറ്റ് മുന്നണികളും സമാനമായ രീതിയിൽ തന്നെയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സാധാരണ നിലയിൽ തന്നെയാണ്, വ്യത്യസ്തമായ ഒന്നുമില്ല. ഇതിൽ ഈ തവണയും ഉദ്യോഗസ്ഥന്മാർക്ക് പോസ്റ്റൽ വോട്ടിൽ അടക്കമുള്ള സൗകര്യങ്ങൾ. പക്ഷേ മറ്റ് വിഭാഗങ്ങളുടെ വോട്ട് അത് സർവീസ് വോട്ടായിട്ടായിരിക്കും. പക്ഷേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സർവീസ് വോട്ടായി നൽകിയിരുന്നു. അവശ്യ സർവീസ് എന്ന നിലയിൽ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഇല്ലാത്ത മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കടക്കം, അത് വൈദ്യുതി വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ അടക്കം ഉദ്യോഗസ്ഥന്മാർക്ക് നേരത്തെ സർവീസ് വോട്ട് സൗകര്യം ഏർപ്പെടുത്തി. ഒരുപക്ഷെ ഈ തവണ അതുകൊണ്ടാവും അതിൽ അടക്കം വ്യക്തത. ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പോസ്റ്റൽ ബാലറ്റ് സൗകര്യമുള്ളത് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രായമായവർക്കും മാധ്യമപ്രവർത്തകർക്കും ഇത്തവണ പോസ്റ്റൽ ബാലറ്റിന് സൗകര്യമില്ല എന്നുള്ളത് കൂടിയാണ്.
ടി വി പ്രസാദുമുണ്ട്. പ്രസാദ്, ഇപ്പോൾ അംഗത്തിന് തീയതി കുറിച്ചിരിക്കുകയാണ്. 2 ഘട്ടമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. ഡിസംബർ 13 വോട്ടെണ്ണലും നടക്കും. ഇതുവരെയുള്ളതിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം എന്ന് വേണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കേണ്ടി വരില്ലേ പ്രസാദ്? ഉറപ്പായും സ്മൃതി, കാരണം 3 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയ പ്രസക്തിയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന മുൻതൂക്കം അതാ മുന്നണിക്ക് ആത്മവിശ്വാസം പകരുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് തവണ LDF വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ കാലങ്ങളിലും UDF പിന്നീട് അധികാരത്തിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ചിത്രം എന്നുള്ളത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അത്ര കണ്ടെങ്കിൽ സ്വാധീനിക്കാറില്ല എന്ന് തന്നെയാണ് LDF UDF നേതാക്കളുടെ വിലയിരുത്തൽ. രണ്ടും 2 പാറ്റേണിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് തന്നെയാണ്. 9-ാം തീയതി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെയുള്ളവർ ഒരു 3 ദിവസം കാത്തിരിക്കേണ്ടതുണ്ട് സ്മൃതി. 10, 11, 12 തീയതികൾ കാത്തുനിന്നാൽ മാത്രമേ 13ാമത്തെ തീയതി വോട്ടെണ്ണുന്നത് നമുക്ക് കാണാൻ കഴിയൂ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ളവർ. എന്നാൽ എറണാകുളം മുതൽ അങ്ങോട്ടുള്ളവർക്ക് ഒരൊറ്റ ദിവസം മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. 11ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞാൽ 12ാം തീയതി കഴിഞ്ഞ് 13ാം തീയതി രാവിലെ 8 മണിയോടുകൂടി ബാലറ്റുകൾ ഒന്നൊന്നായി പൊട്ടിത്തുടങ്ങും. അതുകൊണ്ട് തന്നെ വലിയ കാത്തിരിപ്പില്ല എന്ന വലിയ ആശ്വാസം കൂടിയുണ്ട്. മാത്രമല്ല, മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സമയം കിട്ടി എന്നതാണ്. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്ത് കോവിഡ് തിളച്ചുമറിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കുറച്ച് മുന്നോട്ട് നീണ്ടുപോകാനുള്ള സാധ്യതയും. സാധാരണഗതിയിൽ ഒക്ടോബർ മാസത്തിലൊക്കെ നടക്കാറുള്ള തെരഞ്ഞെടുപ്പാണിത് ഇത്രയേറെ നീണ്ടുപോയത് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്തായാലും ഇത്തവണ എല്ലാ 3 മുന്നണികൾക്കും ഇഷ്ടം പോലെ സമയം കിട്ടി. സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സമയം കിട്ടി. ചില മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. എന്തായാലും എല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ തയ്യാറാക്കി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചില മണ്ഡലങ്ങളെക്കാളും വലിയ വാശിയേറിയ പോരാട്ടം നടത്തുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന നിരവധി ഗ്രാമപഞ്ചായത്തുകൾ നമുക്ക് മുന്നിലുള്ളത് നമുക്കറിയാം. അതുപോലെ ചില ജില്ലാ പഞ്ചായത്തുകളിലേക്കും ശക്തമായ മത്സരം നടത്തുന്നുണ്ട്. BJP അധികാരത്തിലിരിക്കുന്ന ചില നഗരസഭകളുണ്ട്, ചില പഞ്ചായത്തുകളുണ്ട്. അവിടെയെല്ലാം ഭരണം മാറി മറിയുമോ, അതല്ല കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് BJP അവരുടെ കരുത്ത് വ്യാപിപ്പിക്കുമോ എന്നൊക്കെയുള്ള ചർച്ച വളരെ സജീവമായി നടക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വോട്ട് പാറ്റേൺ ആണ്. 1-2 ദിവസം കൊണ്ടടക്കം വാർഡുകളിൽ ഫലം മാറി മറിയാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നീണ്ടുപോകുന്നത് രാഷ്ട്രീയ കക്ഷികൾക്ക് എപ്പോഴും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യവുമാണ്. ഇന്നിപ്പോൾ പ്രഖ്യാപനം, നാളെ മുതലുള്ള ദിവസങ്ങൾ എണ്ണുകയാണെങ്കിൽ കൃത്യം 28 ദിവസമാണല്ലോ ഉള്ളത് മുന്നണികൾക്ക്. അതുതന്നെയാണ്, 28 ദിവസം മാത്രമാണ് ആകെ മുന്നിലുള്ളത്. അതിൽ നോമിനേഷൻ പൂർണ്ണമായി നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും മുന്നിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ പണം വാരി എറിയാനും അധികം കഴിയില്ല. അതിനെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. 25,000 രൂപ വരെ മാത്രമാണ് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ചെലവഴിക്കാൻ കഴിയുക. അങ്ങനെ തുടങ്ങി ഓരോന്നിൻ്റെയും പാറ്റേൺ നിശ്ചയിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിലെ വാർഡിൽ 1.5 ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിക്കാൻ കഴിയുക. ഇതൊക്കെ കൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്ന ചോദ്യം പ്രധാനമായും ഉയർന്നു നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അത് അത്യന്തം വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. ചട്ടങ്ങൾ കർശനമായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. റഹീസ് റഷീദ് കൂടിയുണ്ട്. റഹീസ്, ഇപ്പോൾ 2